UDF 100-ലേറെ സീറ്റ് നേടിയിരിക്കുന്നു. LDFന് കഴിഞ്ഞ തവണ UDFന് കിട്ടിയ അത്ര സീറ്റ് പോലും ഇല്ല. 34-35 സീറ്റിലാണ് നിൽക്കുന്നത്. CPMനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ കഴിഞ്ഞ സമീപകാലത്തൊന്നും ഇല്ലാത്ത തരത്തിൽ CPMും LDFും തകർച്ചയിലേക്ക് പോയിരിക്കുന്നു. CPIക്കും കുറെ നഷ്ടം വന്നിട്ടുണ്ട്. മാണി കേരള കോൺഗ്രസ് എന്ന പാർട്ടി ഇല്ലാതായിട്ടുണ്ട്. INL ഇല്ലാതായി. അതുപോലെ സെക്യുലർ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ ആളുകളൊന്നും ഇപ്പൊ സ്ഥലത്തില്ല. അവരൊക്കെ ഒഴിഞ്ഞുപോയി. നേരെ മറിച്ച് UDFലാണെങ്കിൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് നല്ലൊരു മേൽക്കൈ കിട്ടി. RSPക്ക് 2-3 സീറ്റ് RSPക്ക് കിട്ടി എന്നാണ് അറിയുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ UDFന് വലിയൊരു മേൽക്കൈയുണ്ട്. പ്രതിപക്ഷ നേതാവും UDF നേതാക്കളും മറ്റു നേതാക്കളും പറഞ്ഞതുപോലെ UDF സെഞ്ചുറി അടിച്ചിരിക്കുക തന്നെയാണ്. ഇത് വലിയൊരു നേട്ടമാണ്. എന്തുകൊണ്ടാണ് ഇത് ഉണ്ടായത് എന്ന് ചോദിച്ചാൽ പല കാരണങ്ങളുണ്ട്. ഒറ്റ വാചകം പറഞ്ഞാൽ ഇത് ഭരണവിരുദ്ധം മാത്രമല്ല, പിണറായി വിരുദ്ധ വോട്ടാണ് എന്ന് ഞാൻ പറയും. പിണറായി വിരുദ്ധ വോട്ടാണെന്ന് ഞാൻ പറയാൻ കാരണം കേരളത്തിന്റെ മുക്കിലും മൂലയിലും ഞാനല്ലാതെ മറ്റാരുണ്ട് എന്ന ബോർഡ് വെച്ച് ഒരുതരം അഹങ്കാരത്തോടെ ധാർഷ്ട്യത്തോടെ ജനങ്ങളെ വെല്ലുവിളിച്ചതാണ് പിണറായി. യഥാർത്ഥത്തിൽ അങ്ങനെ ചോദിക്കാൻ പാടില്ല. ഞാനല്ലാതെ മറ്റാരുണ്ടെന്ന് എങ്ങനെ ചോദിക്കും? LDF അല്ലാതെ എന്ന് പറഞ്ഞെങ്കിൽ ഒരു പടയെ വെച്ചിട്ടുള്ളൂ. അതിൽ LDF പാർട്ടി സെക്രട്ടറിയുടെ പടമില്ല, അതിൽ ബിനോയ് വിശ്വത്തിന്റെ പടമില്ല, അല്ലെങ്കിൽ ജോസ് കെ മാണിയുടെ പടമില്ല, ഒറ്റ പടം. ആ പടം വെച്ച് അങ്ങനെ ചോദിച്ചതിനോടുള്ള ജനങ്ങളുടെ കൃത്യമായ മറുപടി അത് പിണറായിക്ക് സ്വന്തം മണ്ഡലത്തിലും സ്വന്തം ജില്ലയിലും തന്നെ നേരിടേണ്ടി വന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മെസ്സേജ്. കണ്ണൂർ, കോഴിക്കോട് പോലെയുള്ള എന്തിന് കാസർഗോഡ് പോലും തൃക്കരിപ്പൂരും ഉദുമയും ചരിത്രത്തിൽ ഉദുമയിൽ വല്ലപ്പോഴൊക്കെ ജയിച്ചിട്ടുണ്ട്. തൃക്കരിപ്പൂര് എനിക്ക് തോന്നുന്നു 1970 ശേഷം ഇന്ന് വരെ LDF അല്ലാതെ മറ്റാരും ജയിച്ചിട്ടില്ല. ഞാനല്ലാതെ മറ്റാരുണ്ടെന്ന് ചോദിച്ചപ്പോൾ ജനങ്ങൾ പറഞ്ഞു ഇവിടെ വേറെ ചില ആളുകളൊക്കെ ഉണ്ട്. ആ മറുപടിയാണ് തൃക്കരിപ്പൂരിലും അതുപോലെ കണ്ണൂർ ജില്ലയിലെ പല മണ്ഡലങ്ങളിലും കോഴിക്കോട് ജില്ലയിലും കേരളം ഒട്ടാകെയും ഉണ്ടായത്. വികസനം എന്ന വലിയ PR വർക്ക് കൊണ്ട് ജനങ്ങളെ കയ്യിലെടുക്കാം. സിറ്റിംഗ് MLAമാരെ മത്സരിപ്പിച്ചാൽ ഗവൺമെന്റിനെതിരായ വികാരം മറികടക്കാം. അപ്പൊ ഗവൺമെന്റിനെതിരായ വികാരം ഉണ്ടെന്ന് ഇവർക്ക് തന്നെ അറിയാം. അങ്ങനെയാണെങ്കിൽ എന്തിനാ പിണറായി വിജയന്റെ പടം രാജ്യം മുഴുവൻ ഒട്ടിച്ചത് എന്ന ചോദ്യമുണ്ട്. എന്തായാലും ജനകീയമായി വലിയ വെറുപ്പ് സമ്പാദിച്ച സർക്കാരാണ്. അത് ആശാസമരമാണെങ്കിലും കേരള സമരമാണെങ്കിലും നിരവധി വിഷയങ്ങളിൽ പാവപ്പെട്ട ആളുകൾ എന്താ പറയുക പാചക തൊഴിലാളികളുടെ കാര്യത്തിൽ വരെ ഉണ്ടായ പ്രതിഷേധം അതിശക്തമായി അഞ്ഞടിച്ച ഒരു തെരഞ്ഞെടുപ്പാണ്. പക്ഷെ ജനങ്ങൾ വളരെ സെലക്റ്റീവായി തന്നെ, അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണൻ എന്ന സ്ഥാനാർത്ഥി ജയിക്കുമെന്ന് ഇന്ന് വോട്ടെണ്ണുന്നവരെ കുഞ്ഞികൃഷ്ണൻ പോലും വിശ്വസിച്ചിട്ടുണ്ടാവില്ല. കേരളത്തിൽ ഒരു രാഷ്ട്രീയ വിശാരദന്മാരും വിശ്വസിച്ചിട്ടുണ്ടാവില്ല. കാരണം എന്താ? അതുപോലെ TK ഗോവിന്ദന്റെ വിജയം, കൂടുതൽ TK ഗോവിന്ദന് സാധ്യതയുണ്ടെന്ന് കണക്കാക്കിയിരുന്നു. G സുധാകരൻ ജയിക്കും എന്ന് തന്നെയാണ് പൊതുവെയുള്ള ട്രെൻഡ് ഉണ്ടായത്. പക്ഷേ കുഞ്ഞികൃഷ്ണന്റെ വിജയം 50,000 വോട്ടിന് 5 കൊല്ലം മുമ്പ് പാർട്ടി ജയിച്ച ഒരു സ്ഥലത്ത് ആ സ്ഥാനാർത്ഥി തന്നെ നിന്നിട്ട് അവിടുത്തെ തന്നെ ഏരിയ സെക്രട്ടറി ആയിരുന്ന ഒരാൾ എന്തുകൊണ്ടാണ് ജയിച്ചത്? അത് ധാർഷ്ട്യത്തിനുള്ള മറുപടിയാണ്. എന്താ ധാർഷ്ട്യം? പാർട്ടിക്കെതിരായി, നേതൃത്വത്തിനെതിരായി, പിണറായിക്കെതിരായി മിണ്ടിപ്പോകരുത് എന്നാണ്. മിണ്ടരുത്, മിണ്ടിയാൽ നിന്റെ പണി തീർക്കും. TP ചന്ദ്രശേഖരന്റെ ഓർമ്മ ദിവസമാണിത്. TP ചന്ദ്രശേഖരന്റെ ഓർമ്മകൾ എതിർപക്ഷത്തിന് നൽകിക്കൊണ്ടാണ്. എന്താ കുഞ്ഞികൃഷ്ണൻ ചെയ്ത തെറ്റ്? പാർട്ടി വിരിച്ച രക്തസാക്ഷി ഫണ്ട് വ്യക്തിപരമായ ഉപയോഗത്തിന് മാറ്റിയെന്ന് കണക്കും തെളിവും സഹിതം കുഞ്ഞികൃഷ്ണൻ പറഞ്ഞപ്പോൾ അവിടുത്തെ പാർട്ടി ജില്ലാ സെക്രട്ടറിയും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും പാർട്ടി നേതാക്കന്മാരും ഞങ്ങൾ ഇതൊക്കെ പരിശോധിച്ചതാണ്, ഒരു കുഴപ്പമില്ല. അപ്പോഴും കുഞ്ഞികൃഷ്ണൻ കണക്കുകൾ ഇട്ട് പുറത്തുകൊണ്ടിരുന്നു. അവസാനം അദ്ദേഹം പുസ്തകം എഴുതി, പാർട്ടിയെ ജനങ്ങൾ പഠിപ്പിക്കും. പാർട്ടിയെ ജനങ്ങൾ പഠിപ്പിക്കുകയായിരുന്നു. കുഞ്ഞികൃഷ്ണന്റെ പാർട്ടിയെ ജനങ്ങൾ പഠിപ്പിക്കും എന്ന സന്ദേശം ചുരുങ്ങിയത് ഒരു 30,000-40,000 CPM-കാരെങ്കിലും പയ്യന്നൂരിൽ ഏറ്റെടുത്തിട്ടുണ്ട്. അതുകൊണ്ടല്ലേ അദ്ദേഹത്തിന് ഇത്രയും വലിയ വോട്ട് കിട്ടിയത്. UDFന്റെ ശക്തി കൊണ്ടല്ലല്ലോ കുഞ്ഞികൃഷ്ണൻ ജയിക്കുന്നത്. UDFന് അവിടെ വളരെ പിന്നിലായിരുന്നു. ആ അർത്ഥത്തിൽ കുഞ്ഞികൃഷ്ണന്റെ വിജയം ഈ ഭരണത്തിന്റെ മാത്രമല്ല പാർട്ടി സ്ട്രക്ചർ
എത്രത്തോളം അപകടകരമായ രീതിയിൽ പോകുന്നു എന്നതിനുള്ള മറുപടിയാണ്. അതുപോലെ തന്നെ ടി കെ ഗോവിന്ദന്റെ ഞാനും എൻ്റെ കുടുംബവും എന്ന് പറയുന്ന പോലെ ഈ ഭരണകാലത്ത് തന്നെ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരായി എത്ര ആരോപണങ്ങൾ വന്നു. അതൊക്കെ ശത്രുക്കൾ, പാർട്ടി ശത്രുക്കൾ, വർഗശത്രുക്കൾ, കുലബുദ്ധികൾ, ദ്രോഹികൾ, വികസന വിരുദ്ധർ എന്നൊക്കെ പറഞ്ഞ് തള്ളിയതല്ലേ. എന്ത് പറ്റി? എല്ലാം കഴിഞ്ഞപ്പോ എന്തും ഇന്നുന്ന വിജയമാണ്. 20,000-ത്തിനടുത്ത് വോട്ടാണ് ടി കെ ഗോവിന്ദൻ അവിടെ ജയിച്ചത്. 15,000-ഓളം വോട്ടിനാണ് ഞാൻ ഇപ്പോൾ ലീഡുള്ളത് ജി സുധാകരൻ ഉന്നയിച്ച പ്രശ്നം എന്താ? അപ്പോ പാർട്ടിയോട്, പാർട്ടി സംഘടനയോട്, പാർട്ടിയിലെ സാധാരണ പ്രവർത്തകരോട്, സമൂഹത്തോട് ധാർഷ്ട്യം കാണിച്ച, അവരെ പുല്ല് വിലക്കെടുത്ത എന്നിട്ട് ഞങ്ങൾ വികസനം നടത്തി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് കിടക്കാം. അപ്പോ രാജ്യത്താകെ അത്തരത്തിലുള്ള ഒരു ട്രെൻഡ് സൃഷ്ടിച്ച് ജനങ്ങൾ വോട്ട് ചെയ്യും എന്ന് കരുതിയോ? അതുപോലെ വെള്ളാപ്പള്ളി നടേശനെ പോലെ ഒരാളെ മുന്നിൽ നിർത്തി ഇസ്ലാമോഫോബിയ ഉണ്ടാക്കാൻ ശ്രമിച്ചതിന്റെ ശക്തമായ തിരിച്ചടി മലബാറിൽ മാത്രമല്ല കേരളത്തിന്റെ പല ഭാഗത്തും അത് കണ്ടു. ഞാൻ പറയുന്നു, BJPക്ക് 3 സീറ്റ് കിട്ടിയത് പോലും അതുകൊണ്ടാണ്. CPM അണികളിൽ പോലും ഇസ്ലാമോഫോബിയയും ഇസ്ലാം വിരുദ്ധതയും ഒരുതരം ഹിന്ദുത്വവും മൃദു ഹിന്ദുത്വവും പടർത്തിവിട്ടു CPM. അതിന്റെ ഫലമാണ് ഈ പറഞ്ഞതുപോലെ 3 CPMന്റെ സിറ്റിംഗ് സീറ്റുകളിൽ BJP ജയിച്ചത്. ശബരിമല പോലെയുള്ള ഒരു വിഷയം നോക്കൂ, എല്ലാവരും ഷുവർ സീറ്റ് പറഞ്ഞതല്ലേ VN വാസവൻ. 20,000-ത്തിനടുത്ത് വോട്ടിനാണ് VN വാസവൻ അവിടെ തോൽക്കുന്നത്, ഏറ്റുമാനൂർ തോൽക്കുന്നത്. ആരെങ്കിലും പ്രതീക്ഷിച്ചു? ശബരിമല വിഷയം ജനങ്ങൾക്കൊരു പ്രശ്നമേ അല്ല എന്ന് പറഞ്ഞ ആളുകൾക്ക് VN വാസവന് കിട്ടിയ അടി ചെറിയ അടിയാണ്. കടകംപള്ളി സുരേന്ദ്രൻ എന്തുറപ്പിൽ ജയിക്കുന്ന ആളെ 20,000 30,000 വോട്ടിന് ജയിക്കുന്ന കടകംപള്ളി അല്ലേ അവിടെ? എല്ലാവരും പറഞ്ഞു കടകംപള്ളി എങ്ങനെയെങ്കിലും കടന്നുകൂടും. കടകംപള്ളിക്കെതിരെ അങ്ങനെ വികാരമൊന്നുമില്ല. കടകംപള്ളിക്കെതിരെ ശക്തമായ വികാരമുണ്ടായിരുന്നു എന്നല്ലേ ഇപ്പൊ തെളിയിക്കുന്നത്. കടകംപള്ളി അല്ലെങ്കിൽ കടകംപള്ളിക്ക് കഴിഞ്ഞവണ കിട്ടിയ ഭൂരിപക്ഷത്തിന്റെ വലിയൊരു പങ്ക് എങ്ങനെയാ മുരളീധരന് പോയത്? നേമത്ത് മാത്രമല്ല, ഇത് നേമത്ത് പിന്നെ അവർക്ക് മേൽക്കൈ ഉണ്ട് എന്നൊക്കെ വാദത്തിന് വേണ്ടി സമ്മതിക്കാം. എങ്കിൽ പോലും സർക്കാരിന്റെ പെർഫോമൻസിനെതിരായ വോട്ടാണ് BJP ജയിക്കാനുള്ള കാരണം ഈ സർക്കാരിന് ഞങ്ങൾ വോട്ട് ചെയ്യില്ല എന്ന് തീരുമാനിച്ചു. പിന്നെ തോൽപ്പിക്കേണ്ടത് ആരെയാണ്? ഇടതുപക്ഷത്തെയാണ് തോൽപ്പിക്കേണ്ടതെങ്കിൽ ആർക്ക് വോട്ട് ചെയ്താൽ ജയിക്കും എന്ന് ജനം ഓരോരുത്തരും പോയി തീരുമാനിച്ചു. ഈ 3 മണ്ഡലങ്ങളിൽ ആ തീരുമാനം BJPക്ക് അനുകൂലമായിരുന്നു. അത്രയേ ഉള്ളൂ. കാരണം അവിടെ UDF ദുർബലമാണ്. UDF ശക്തമായ സ്ഥലങ്ങളിൽ ഒന്നും തന്നെ BJPക്ക് കടന്നു കയറാൻ കഴിഞ്ഞില്ല. ഇതൊക്കെ നമ്മൾ എടുക്കേണ്ട പാഠങ്ങളാണ്. മറ്റൊന്ന്, ഈ ഗവൺമെന്റ് വികസനം എന്ന വലിയൊരു മുദ്രാവാക്യം ആളുകളുടെ ഇടയിൽ കൊണ്ടുവന്നു. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വികസനം എന്ന മുദ്രാവാക്യം, പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിന്, അത് അരാഷ്ട്രീയ മുദ്രാവാക്യമാണ് എന്ന് ഒരിക്കലും മനസ്സിലാക്കാൻ CPMന് കഴിഞ്ഞില്ല. വലിയ തോതിൽ ഇപ്പോൾ മന്ത്രിമാർ അത് അവിടെ ചെയ്യുന്നു. ഇവിടെ 20,000 കോടി, 2,000 കോടി, 5,000 കോടി. നോക്കൂ, എനിക്കതിൽ വളരെ പ്രത്യേകതയുള്ള ഒരു വിജയം കാണുന്നത് ആലപ്പുഴയിലാണ്. ചിത്തരഞ്ജൻ എന്ന് പറയുന്ന ജനകീയനാണ് MLA. വലിയ ഭൂരിപക്ഷത്തിന് കഴിഞ്ഞവണ ജയിച്ചതാണ്. ഇത്തവണ അദ്ദേഹം മിനിയാന്ന് ഇന്റർവ്യൂ നടത്തി ഞാൻ കണ്ടു. ഞാനൊരു 15,000 വോട്ടിന് ജയിക്കും. അദ്ദേഹം 15,000 വോട്ടിന് തോറ്റു. ആരോട്? ആ സ്ഥാനാർത്ഥിയെ നമ്മൾ ശ്രദ്ധിക്കണം. കേരള വികസന യാത്ര എന്ന കോമാളിത്തര പരിപാടി നടത്തി നാട്ടുകാരുടെ പൈസ ചെലവെടുത്ത് ആളുകളെ ചെടിച്ചട്ടി കൊണ്ടടിക്കലും പോലീസിനെ കൊണ്ട് ഓടിക്കലും കറുത്ത കൊടി കാണിക്കുന്നവരെയൊക്കെ അടിച്ചു മാറ്റലും എല്ലാം കഴിഞ്ഞ് ആലപ്പുഴയിൽ ഈ 2 യുവാക്കൾ, 2 KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി ഉയർത്തിയപ്പോൾ മുഴുവൻ പോലീസും വന്ന് അടിച്ചു എന്ന് മാത്രമല്ല, പിണറായി വിജയന്റെ കാറിലിരിക്കുന്ന ഗൺമാൻ, ഒന്നാലോചിച്ച് നോക്കൂ, അയാൾക്ക് അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല, ഇവരടുത്തൊന്നും വന്നിട്ടില്ല, അടിച്ചു. അവിടെ പോയി അടിച്ചു. അടി കൊണ്ട് ആന്റണിയാണ് ആലപ്പുഴയിൽ ചിത്തരഞ്ജനെ പരാജയപ്പെടുത്തിയത് എന്ന് ഓർക്കുക. എന്ന് പറഞ്ഞാൽ ഇവരുടെ ഓരോ പ്രവൃത്തിയും ഓരോ വർഷത്തിൽ ഇവർക്കെതിരെ തിരിച്ചടിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പാർട്ടിയിലുള്ള ആളുകൾ പോലും പല സ്ഥലത്തും ഈ ഒരു ഭരണം തുടരണ്ട എന്ന് പറഞ്ഞു. ഇടതുപക്ഷ ബുദ്ധിജീവികൾ പലരും, സച്ചിദാനന്ദനെ പോലെ, സാറാ ജോസഫിനെ പോലെയുള്ള ആളുകൾ പലരും പറഞ്ഞു ഇതിനി തുടരേണ്ടതില്ല എന്ന്. പക്ഷേ അതൊന്നും കേട്ടില്ല. ഇവിടെ പിണറായി ഭക്തി തിരുവാതിര കളി വരെ നടത്തി. ആ ഭക്തി വലിയ അബദ്ധമായി, അപകടമായി. ഇത് തിരിച്ചറിയാൻ CPMന് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ
CPM അത്യാവശ്യം പിടിച്ചിരുന്ന സ്ഥലം പാലക്കാടും തൃശ്ശൂരും ഒരു പരിധിവരെ 2 സ്ഥലത്തും, അതുപോലെ തിരുവനന്തപുരത്തും കുറച്ച് സീറ്റുകളിലുമാണ്. ആയിരിക്കാം അവിടെയുള്ള MLA-മാരുടെ നേട്ടം കൊണ്ടും മറ്റു ചില ഘടകം കൊണ്ടും അവർ ജയിച്ചിരിക്കാം, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ CPM-ന്റെ അംഗസംഖ്യ നോക്കൂ, 2001 പോലും CPM ഇതിൽ കൂടുതൽ മെമ്പർമാരുണ്ടായിരുന്നു എന്ന് ഞാൻ കണക്കാക്കുന്നു. 2001 അതിനുശേഷം ഒരിക്കലും ഉണ്ടായിട്ടില്ല. കോൺഗ്രസിനെ കഴിഞ്ഞ തവണ കളിയാക്കിയില്ലേ, കോൺഗ്രസിന് 20 സീറ്റേ ഉള്ളൂ, കഴിഞ്ഞ തവണ 22, ഇത്തവണ 21, ഇനി 20 അങ്ങനെയാവുന്ന പറഞ്ഞു. പക്ഷെ സംഭവിച്ചത് എന്താ? ഞാൻ മനസ്സിലാക്കുന്നത് 58ഓ 60ഓ സീറ്റ് കോൺഗ്രസിനുണ്ട്, അതിന്റെ പകുതി സീറ്റ് പോലും CPM-നില്ല. ഇവർ പറഞ്ഞത് എന്താ? മണ്ഡലങ്ങൾ 57 മണ്ഡലത്തിൽ കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പായി ജയിക്കുന്നവരാണ് ഞങ്ങൾ. എന്നിട്ടോ 57 മണ്ഡലത്തിൽ ജയിക്കുന്നവർ ഇപ്പൊ എവിടെയാ ഉണ്ടായി? എവിടെയാ സീറ്റൊക്കെ? ആര് കൊണ്ടുപോയി? എന്തിന്? TP രാമകൃഷ്ണൻ പോലും തോറ്റു. അത് മാത്രമല്ല, വലിയ വർഗീയ വിഷമല്ലേ അവിടെ ഇറക്കാൻ ശ്രമിച്ചത് ഫാത്തിമ തഹ്ലിയക്കെതിരെ. മുമ്പ് ഷാഫി പറമ്പിലിനെതിരെ കാഫിറിട്ട ആളുകൾ ഇപ്പോൾ കൗമില കുട്ടി എന്ന ദുഷ്പ്രചരണം നടത്തി, അത് പിടിച്ചു. അതിനുള്ള മറുപടിയാണ് കൊടുത്തത്. വളരെ ചെറിയ വോട്ടിനാണ് കൂത്തുപറമ്പിൽ, 900 വോട്ടിനാണ് കൂത്തുപറമ്പിൽ തോറ്റുപോയത്. അല്ലെങ്കിൽ അതുകൂടി ജയിക്കുമായിരുന്നു. UDF പ്രത്യേകിച്ചും കോൺഗ്രസും മുസ്ലിം ലീഗും കൃത്യമായ ആസൂത്രണത്തോടെ, അതിൽ ഉറപ്പായി പറയേണ്ടത് VD സതീശന്റെ പേരാണ്. സതീശൻ പ്രതിപക്ഷ നേതാവ് ഏറ്റെടുത്തതിന് ശേഷം അദ്ദേഹം നടത്തിയ ഇലക്ഷൻ മാനേജ്മെന്റുകൾ, കൃത്യമായ ഇലക്ഷൻ മാനേജ്മെന്റുകളാണ്. ഇപ്പോൾ അതിന്റെ ഭൂരിപക്ഷം ഓരോ സ്ഥലത്തും കാണുമ്പോൾ നമുക്കറിയാം. സതീശന്റെ എറണാകുളം ജില്ല തന്നെ വലിയ വിജയമാണ് നേടിയത്. തൃക്കാക്കരയൊക്കെ 50,000-ൽ കൂടുതലാണ് വോട്ട്. പല മണ്ഡലങ്ങളിലും അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ സന്ദേശം വളരെ കൃത്യമാണ്, കടക്ക് പുറത്ത് എന്ന് തന്നെയാണ്.